വിശു ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് അസ്വസ്ഥതകളിലൂടെയും സങ്കടങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കുഞ്ഞിൻ്റെ മരണത്തോടു കൂടി ആരംഭിച്ച പ്രശ്നങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അവളുടെ ഭർത്താവിൻ്റെ അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിച്ച മരണത്തിന് അകലെയായിരുന്നിട്ടും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവളുടെ പുരുഷ സുഹൃത്തിനെ കൂട്ടി അപവാദം പറഞ്ഞുകൊണ്ട് അവൾക്കു ചുറ്റും നൃത്തമാടുന്ന മരണാഗ്നി. ചുറ്റുപാടുമുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അവൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്ന അവളുടെ ഭർത്താവും അവളുടെ സ്വന്തം സഹോദരിയും. സഹോദരങ്ങൾ സഹോദരങ്ങളെ എങ്ങനെ ഇപ്രകാരം വെറുക്കുന്നു എന്ന് പലരും ചോദിക്കുന്നു. അതിന് പറയാൻ ഒരു ഉത്തരമേ ഉള്ളൂ: വിശുദ്ധ ഗ്രന്ഥം അത് സാക്ഷ്യപ്പെടുത്തുന്നു എന്നത് മാത്രം. അമ്മ മകൾക്കെതിരെയും സഹോദരൻ സഹോദരനെതിരെയും വാളെടുക്കുമെന്ന പ്രവചനത്തിൻ്റെ നിറവേറലാകാം ഇതൊക്കെ. അവളെ ചേർത്ത് നിർത്തി എന്ന ഒറ്റ കാരണത്താൽ സ്ഥാപനത്തിന് നേരെയും എനിക്ക് നേരെയും വധഭീഷണിയും തട്ടിക്കളയുമെന്നുള്ള ശബ്ദ ആക്രോശങ്ങളുമൊക്കെ മുഴങ്ങിക്കേൾക്കുമ്പോൾ അവളുടെ കണ്ണുനീരിന് മുൻപിൽ അവളെ തള്ളിക്കളയാൻ മനസ്സ് വന്നില്ല. ഒരു വശത്ത് പ്രായമായ അമ്മ, മറ്റൊരു വശത്ത് ഈ പെൺകുട്ടിയും 5 വയസ്സ് പ്രായമായ കുഞ്ഞും. മറ്റ് ചില ഒബ്ലിഗേഷൻസ്, കടപ്പാടുകൾ, കടമകൾ, സ്നേഹിക്കുന്നവരുടെ ആകുലതകൾ, എന്തിന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ. ഇത്രയേറെ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടായിട്ടും നിന്റെ സഹോദരങ്ങളും നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്നുള്ള കളിയാക്കലുകൾ, ഇതെല്ലാം ചേർത്ത് ഒരുപാട് മനസ്സിനെ അലച്ചപ്പോൾ അടക്കാനാവാത്ത സങ്കടത്തോടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഞാൻ ഈശോയോട് ചോദിച്ചു: എൻ്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ? ഇതിന് ഒരവസാനമില്ലേ? മുഖം തലയിണയിൽ അമർത്തി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ഞാൻ ഈശോയുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും കരഞ്ഞു. എന്തിനാ ഈശോയെ സ്നേഹിക്കുന്നവർ പോലും തള്ളിപ്പറയുന്നതെന്ന്. ഈശോ എന്നോട് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഞാൻ നിന്നെ ഒരു തരത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. അറിയാം, വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ വാർദ്ധക്യം വരെയും നിങ്ങളുടെ മുടി നരച്ചാലും ഞാൻ നിന്നെ താങ്ങുക തന്നെ ചെയ്യും. നര ബാധിക്കുമ്പോഴും ഞാൻ നിന്നെ വഹിക്കും എന്നാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ണുകൾ തുടച്ച് അവൻ്റെ കയ്യിൽ ഞാനും എന്നെ ആശ്രയിക്കുന്നവരും എത്ര വാർദ്ധക്യമായാലും സുരക്ഷിതമായിരിക്കും എന്നുള്ള ഉറച്ച ബോധത്തോടെ ഞാൻ വീണ്ടും ജോലിയിലേക്ക് തിരിച്ചു നടന്നു. പെട്ടെന്ന് തന്നെ മറ്റൊരു സഹ അധ്യാപിക വന്ന് പറഞ്ഞു: ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നമുക്ക് ഈ പെൺകുട്ടിയെയും അമ്മയെയും മാറ്റാം. അതൊരു നല്ല ഉപദേശമായി ഞാൻ അപ്രകാരം ചെയ്തു. വീണ്ടും ഉണ്ട് കൊച്ചു കൊച്ചു സങ്കടങ്ങൾ സങ്കടപ്പെടുന്നവർ ചുറ്റുപാടിനും. ഒരു വാടക വീട് തേടി അലിയുമ്പോൾ പെണ്ണൊരുത്തി ഒറ്റയ്ക്കായാൽ വാടക വീട് കൊടുക്കില്ല എന്ന സത്യത്തെ പോലും
മാറ്റി നിർത്തിക്കൊണ്ട് അവളുടെ ബജറ്റിനുണങ്ങുന്ന ഒരു വീട് മറ്റൊരു പെൺകുട്ടിക്കും തരമാക്കി കൊടുത്തു തമ്പുരാൻ. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് 1000 കടലുകൾ പിളർത്തി അതിനു മധ്യത്തിലൂടെ വഴിയൊരുക്കുന്ന ഒരു ഈശോയെ ഇന്നലെ ഞാൻ കണ്ടു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കരഞ്ഞുകൊണ്ട് കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുന്നതൊന്നും, അത് നന്മയായാലും തിന്മയായാലും അതിനെ നന്മയാക്കി തന്നെ നമ്മുടെ കർത്താവ് പരിഹരിച്ചു തരും. വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയേക്കാൾ വലിയ മൂലധനം നമുക്കില്ല തന്നെ. ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ കണ്ണുനീരും വേദനയും ഉള്ളു തുറന്ന സ്നേഹവും നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് യുഗാന്ത്യം വരെ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. നമ്മളെ കാക്കാനും നമ്മളെ സ്നേഹിക്കാനുമായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെയും അവിടുന്ന് നമ്മളോട് തന്നെ ചേർത്ത് നിൽക്കും. പ്രതികൂലങ്ങൾ ആയിക്കൊള്ളട്ടെ, നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ നമ്മോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ സങ്കടങ്ങൾക്ക് ഉത്തരം തരുന്ന നല്ല കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആമേൻ.